guys, so ഇന്നലെ ഞാൻ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. I asked myself a question. ഇതിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അഥവാ which are those products from this bundle that I would reach out to? അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കുറേ പ്രോഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു ഫോർ മൈ എവറിഡേ യൂസ്. ഓക്കെ, ആ പ്രോഡക്ട്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഞാൻ വിചാരിച്ചു, why don't I make a video out of these products? Because I feel like that stash has some of the best makeup products that are available in the market. And the best part about this video is that these products are verum 250 rupees ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So ഈ products ഏതൊക്കെയാണെങ്കിൽ കീപ് വാച്ചിങ്. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൺ ഓഫ് മൈ കറന്റ് ഒബ്സെഷൻ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് ദിസ് കൺസീലർ ഫ്രം മാർസ് കോസ്മെറ്റിക്സ്. ഇത് അവരുടെ ക്യാൻസൽ കൺസീലർ ആണ്, ആൻഡ് ഐ എം ഇൻ ദ ഷെയ്ഡ് ന്യൂട്രൽ ചാം 04. നൗ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റിവ്യൂസും കാര്യമൊക്കെ കണ്ടിട്ട് വാങ്ങിയത്, ആൻഡ് ഐ ഗോട്ട് ടു നോ ഇത് അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂ ലോഞ്ചസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ട്. സോ ദാറ്റ്സ് ഹൗ ഐ ഗേവ് ദിസ് പ്രോഡക്റ്റ് എ ട്രൈ, ആൻഡ് ഓ മൈ ഗോഡ്, ഐ എം ഒബ്സെസ്ഡ്. ലൈക്ക് നിങ്ങൾ ഒരു ഫുൾ കവറേജ് പ്രോഡക്റ്റ്, ഫുൾ കവറേജ് ആയിട്ടുള്ള ഒരു കൺസീലർ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ വൺ ഫോർ യു. ലൈറ്റ് വെയിറ്റ് ആണ്, ഇറ്റ് ബ്ലെൻഡ്സ് ലൈക്ക് എ ഡ്രീം. ഒട്ടും കേക്കി അല്ല, നമ്മൾ അണ്ടർ ഐസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യും. ടു ബി വെരി ഓണസ്റ്റ്, ആദ്യമായിട്ടാണ് ഞാനൊരു പ്രോഡക്റ്റ്, ഒരു ഫുൾ കവറേജ് കൺസീലർ കാണുന്നത് ദാറ്റ് ഇസ് നോട്ട് കേക്കി, ഫീൽ സ്കിൻ ലൈക്ക്, ലൈറ്റ് വെയിറ്റ് ആണ്, ആൻഡ് അണ്ടർ ഐസ് അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇത് കീപ്പ് ചെയ്യും. അങ്ങനെയില്ലേ, ഒട്ടും പാച്ചി അല്ല, ഒട്ടും കേക്കില്ല. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ദിസ് ഡസ് നോട്ട് ഇവൻ ക്രീസ്. സോ എനിക്ക് തോന്നുന്നു ഇവരുടെ ലോഞ്ചിൽ, ലൈക്ക് ഇവരുടെ എൻറ്റയർ മേക്കപ്പ് റേഞ്ചിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ് യൂസ് ടു ബി അവരുടെ ഫൗണ്ടേഷൻ. ആൻഡ് ദിസ് പ്രോഡക്റ്റ് പെർഫോംസ് എക്സാക്ട്ലി ലൈക്ക് ദർ ഫൗണ്ടേഷൻ, പക്ഷേ ഇൻ എ മച്ച് ബെറ്റർ വേ. ലൈക്ക് ദ ഫോർമുല ഓഫ് ദിസ് പ്രോഡക്റ്റ് ഈസ് ഇൻക്രെഡിബിൾ. ഞാൻ എൻ്റെ ടോപ്പ് ലിസ്റ്റിലുണ്ടായിരുന്ന ആ ഫൗണ്ടേഷൻ വരെ തട്ടിക്കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ കൺസീലറിനെ കിട്ടി. ദാറ്റ് ഈസ് ഹൗ മച്ച് ഐ ബിൻ ലവിങ് ഇറ്റ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഗിവ് ദിസ് എ ഷോട്ട്. ഐ മീൻ ഇറ്റ്സ് സൂപ്പർ അഫോർഡബിൾ, ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റ് ഇതുപോലെ പെർഫോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ട് എന്ന് മാർക്കറ്റിൽ. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ബ്ലഷ്. എല്ലാ മാർസിൻ്റെ ബ്ലഷ് അല്ല, എനിക്കറിയാം, ഞാൻ മാർസിൻ്റെ ബ്ലഷിനെ പറ്റി കുറേ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം ദ വൺ ദാറ്റ് ഐ ഹാവ് വിത്ത് മീ ഈസ് ദിസ് വൺ ഫ്രം മേക്കപ്പ് റെവല്യൂഷൻ. ഇത് അവരുടെ ബ്ലഷ് ബോംബാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പാക്കേജിങ്ങിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത് എത്രത്തോളം യൂസ് ചെയ്യുന്നത്. ലൈക്ക് കെൻ യു സീ, ഇത് യൂസ് ചെയ്ത് ഇതിനെ ഞാൻ വടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൗ മച്ച് ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ഞാൻ എൻ്റെ ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ ഇതിനെപ്പറ്റി സംസാരിക്കാണ്ട് നിന്നതിൻ്റെ പിന്നിലും ദർ ഇസ് എ റീസൺ. വേറെ ഒന്നല്ല, ഇത് തീർന്നു പോയി. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കാനാണ്? ലിറ്ററലി ഇതൊരു എംപ്റ്റി ആണ്. ദിസ് സ്റ്റിൽ എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ദിസ്. സോ ദിസ് ഇസ് ദ ഷെയ്ഡ്, ദിസ് ഇസ് ഹൗ ദ ഷെയ്ഡ് ലുക്സ് ലൈക്ക്. 1 സെക്കൻഡ്, ഞാൻ കുറച്ചും കൂടി വൃത്തിയിൽ അതിട്ട് കാണിച്ചു തരാം. Okay, so this is what the shade looks like. Such a beautiful mauve pink shade ആണിത്. Mauve pink ആണ്, യെസ്. ഈ ഷെയ്ഡ് നെയിം വരുന്നത് ഇസ് റോസ് ലസ്റ്റ്. നൗ ഇതിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ വെരി 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 ഈസി ടു ബ്ലെൻഡ്. കെൻ യു സീ ലൈക്ക് എത്ര പെട്ടെന്ന് ബ്ലെൻഡ് ആയെന്നുണ്ടോ? ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ കവറേജ്, ലൈക്ക് ഇത് കവറേജ് അല്ല, ഇതിൻ്റെ പിഗ്മെൻ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഗിവ്സ് യു എ വെരി സ്കിൻ ലൈക്ക് ഷിയർ കവറേജ്. ആൻഡ് വൺസ് ഇത് നമ്മുടെ സ്കിന്നിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ it's not gonna move. I don't know, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. See, there is no transfer also. അത്രയും അടിപൊളി സാധനമാണ്. ഇവരുടെ തന്നെ സൂപ്പർ ഡ്യൂയി ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് കൂടി ഒരു ബ്ലഷ് ഉണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ റേവ് അബൌട്ട് ദാറ്റ് പ്രോഡക്റ്റ്. ട്രൈ ദിസ് ഗേൾസ്, പ്ലീസ് ട്രൈ ദിസ് ആൻഡ് ടെൽ മീ യു വിൽ ലവ് ഇറ്റ്. ലൈക്ക് നിങ്ങൾക്ക് അവരുടെ സൂപ്പർ ഡ്യൂയി ബ്ലഷ് ഇഷ്ടമാണെങ്കിൽ അതിനേക്കാളും അടിപൊളിയാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഫോർ സം റീസൺ ഇത് അവർ എത്രത്തോളം മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് നോട്ട് സീൻ പീപ്പിൾ ടോക്ക് അബൌട്ട് ദിസ്. ആൻഡ് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ടോക്ക് അബൌട്ട് ഇറ്റ്. അത്രയും നല്ലൊരു സാധനം. നിങ്ങൾക്ക് എന്നെപ്പോലെ ഡ്രൈ സ്കിൻ ആൻഡ് ഡ്യൂയി ഫിനിഷ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ യു വിൽ ലവ് ദിസ്. ട്രസ്റ്റ് മീ, ആ സൂപ്പർ ഡ്യൂയി ബ്ലഷിനേക്കാളും ഡ്യൂയി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. സൂപ്പർ സൂപ്പർ അഫോർഡബിൾ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ, സോ ദാറ്റ് യു ഗൈസ് നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ലൈക്ക് ഇങ്ങനെ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോൾ you should give it a try. So yeah, നിങ്ങളൊരു നല്ല ഡ്യൂയി ഷിയർ കവറേജ്, ഇൻഫാക്ട് ഇതിൻ്റെ പിഗ്മെൻറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പിഗ്മെൻറ്റേഷൻ പോരെങ്കിൽ ഗോ ഇൻ വിത്ത് അനദർ ലെയർ. ഇറ്റ്സ് നോട്ട് ഗോണ ലുക്ക് കേക്കി ആറ്റ് ഓൾ. സോ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ you know which one to find. ഇനി അടുത്ത പ്രോഡക്റ്റ് വീണ്ടും ഇറ്റ്സ് ഫ്രം മാർസ് കോസ്മെറ്റിക്സ്. അവരുടെ ഒരു പുതിയ ഫൗണ്ടേഷൻ കൂടി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് ഐ ഗേവ് ഇറ്റ് എ ഷോട്ട് ആൻഡ് ഐ ആം ഒബ്സെസ്ഡ്. നൗ ഇറ്റ്സ് ദിസ് വൺ ഫ്രം മാർസ്. അവരുടെ സീറോ ബ്ലെൻഡ് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ ആണ്. നൗ ദിസ് തിങ് ടിക്സ്
all the box for me. Like എനിക്ക് എങ്ങനത്തെ type of foundation ആണോ വേണ്ടത്, this is exactly that in a bottle. Like my dream foundation in a bottle. അങ്ങനെ വേണം പറയാനേ. Because coverage top notch, medium to full coverage വരെ പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ blendability, it blends like butter, gives you the most skin like finish, very 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 lightweight as well. അതുകൊണ്ട് തന്നെ any type of skin, നിങ്ങൾക്ക് ഓയിലി ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ, ഐ തിങ്ക് എവറിബഡി വുഡ് ലവ് ദിസ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ഫിനിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് മാറ്റ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് വെരി ഡ്യൂയി. സോ ഒരു സെമി മാറ്റ് ഫിനിഷ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. വെരി വെരി ലോങ് വെയർ, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. സോ വാട്ട് മോർ ആർ യു എക്സ്പെക്ടിങ് ഔട്ട് ഓഫ് എ ഫൗണ്ടേഷൻ? It has everything that you'll need. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷെയ്ഡ് മാച്ച് ഇസ് ഓൾസോ പെർഫെക്റ്റ് ഫോർ മീ. എൻ്റെ ഷെയ്ഡ് വരുന്നത് is 04 Almond Butter. That's my shade. And it's a perfect match. Like a match made in heaven. Like ഞാൻ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ I was like, അയ്യോ ഇതെനിക്ക് സ്യൂട്ട് ആകുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിന്നതാ. ബട്ട് once you start using it, like നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പം ഇറ്റ്സ് എ പെർഫെക്റ്റ് മാച്ച്. ആൻഡ് നോ, ഇതൊട്ടും ഓക്സിഡൈസ് ആകൂല, വിച്ച് ഇസ് സംതിങ് ഐ ആക്ച്വലി ലൈക്ക് ട്രൈ ചെയ്ത് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കിയൊരു സംഭവം. ഇത് ഓക്സിഡൈസ് ആവും, ഇത് ഓക്സിഡൈസ് ആവും. നിങ്ങൾ കുറേ പേരോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഫൗണ്ടേഷൻ ഏത് ഓക്സിഡൈസ് ആവാത്തത്, ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവോ, ഈ ഫൗണ്ടേഷൻ ഓക്സിഡൈസ് ആവോ എന്നൊക്കെ. സോ ദിസ് വൺ വിൽ നോട്ട് ഓക്സിഡൈസ് whatsoever. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വീണ്ടും ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. നൗ ലിസൺ ടു മീ, ഓക്കെ? നിങ്ങൾ വിചാരിക്കും ഈ ഫേവറേറ്റ്സിനെ പറ്റി മാത്രം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് മാത്രം സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് പറയുമ്പോൾ വൈ ഡു യു ഹാവ് ടു ഫൗണ്ടേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിക്കോസ് ഐ എം വെരി വെരി പിക്കി വെൻ ഇറ്റ് കംസ് ടു ഫൗണ്ടേഷൻ. സോ ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സ്കിൻ ലൈക്ക് ആയിട്ടുള്ള ഫിനിഷ് ആയിരിക്കും വേണ്ടത്, ലൈറ്റ് വെയ്റ്റ്, യുനോ എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും ഇട്ട പോലെ തോന്നരുത് എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ള ദിവസങ്ങളിൽ, ചില ദിവസം ഐ എം ഗോയിങ് ഫോർ ലെറ്റ്സ് സേ കല്യാണത്തിന് പോവാണ് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഇവന്റിന് പോവാണെങ്കിൽ ഐ നീഡ് കുറച്ചും കൂടിയും കവറേജ്. ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ഓക്കെ ഷീ ഹാവ് മേക്കപ്പ് ഓൺ. ആൻഡ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് വെൻ ഐ വോണ്ട് ഫീൽ ലൈക്ക് യുനോ ഒരു ഫുൾ ഗ്ലാം ലുക്കൊക്കെ ചെയ്യേണ്ട സമയത്താണ് ഞാൻ ഈ മാർസിൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഇനി അതല്ല, ഇഫ് ഐ വോണ്ട് ദ മോസ്റ്റ് സ്കിൻ ലൈക്ക് ഫിനിഷ്, ലൈക്ക് ആരും പറയരുത് ദാറ്റ് ഐ ഹാവ് സംതിങ് ഓൺ മൈ ഫേസ്, അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ഇസ് ദിസ് വൺ ഫ്രം LA Girl. ഇത് അവരുടെ ടിൻറ്റഡ് ഫൗണ്ടേഷൻ ആണ്. ഇറ്റ് ഹാസ് എ ബിൽഡബിൾ നാച്ചുറൽ ഫിനിഷ് ഇസ് വാട്ട് ദേ സേ. പക്ഷെ എന്നോട് വെച്ച് ഞാൻ പറയും ഇറ്റ് ഹാസ് എ വെരി നാച്ചുറൽ ഫിനിഷ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നമ്മളെ സ്കിൻ ടിൻ്റ് ഉണ്ടല്ലോ, എക്സാക്ട്ലി ഒരു സ്കിൻ ടിൻ വിത്ത് എ ലിറ്റിൽ മോർ കവറേജ്. മാത്രമല്ല നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ആ ഒരു സ്കിൻ ടിൻ. എനിക്ക് തോന്നുന്നില്ല, ഐ ഹവ് ട്രൈഡ് വിത്ത് സ്കിൻ ടിൻസ്. ഓക്കെ, ഞാൻ സ്കിൻ ടിൻ്റെ 2-3 ലെയറൊക്കെ ഇട്ടിട്ട് അത് ലെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഫോർ സം റീസൺ ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. ബട്ട് ദിസ് ഫൗണ്ടേഷൻ പെർഫോംസ് റിയലി 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 വെൽ ഇൻ ദാറ്റ് കേസ്. ലൈക്ക് എനിക്ക് മേക്കപ്പ് വേണം, പക്ഷെ മേക്കപ്പ് ഇട്ട പോലെ തോന്നാൻ പാടില്ല എന്ന് തോന്നുന്ന ദിവസങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നായത്. ഇൻഫാക്ട് യു വെയിറ്റ് ടിൽ യു സീ ഇറ്റ്. എൻ്റെ അടുത്ത് ഇത് ഒന്നല്ല 2 ഉണ്ട്. Now you know how much I love this product. വേറൊന്നല്ല, ഇത് രണ്ട് ഷെയ്ഡാണ്. സോ ദിസ് ഇസ് ദ ഷെയ്ഡ് വാം ബേജ് ആൻഡ് ദിസ് ഇസ് ദ ഷെയ്ഡ് ടോണി. ഞാനിത് ഒരു ഷെയ്ഡ് വാങ്ങിച്ച് പിന്നെ ഫോർ സം റീസൺ ഞാൻ കുറച്ച് ടാൻ ആയി തോന്നിയ സമയത്ത് ദാറ്റ് ഷെയ്ഡ് വാസ് നോട്ട് സൂട്ടിങ് മൈ സ്കിൻ, സോ ഐ ഗോട്ട് അനദർ ഷെയ്ഡ് ആസ് വെൽ. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ 2 എണ്ണം. ആൻഡ് ഇത് 2 ഞാൻ യൂസ് ചെയ്യും. ലൈക്ക് ടു ബി ഓണസ്റ്റ്, നമ്മൾ ബ്ലെൻഡ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദേ ബോത്ത് ലുക്ക് എ ലിറ്റിൽ സിമിലർ ഓൺലി ബിക്കോസ് 1 ഷെയ്ഡിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഡിഫറൻസ് ഇതിന് വരുന്നുള്ളൂ. ആൻഡ് ഇനി ഈ പ്രൊഡക്റ്റിന്റെ ഫോർമുലയെ പറ്റി പറയാം. സോ ഇറ്റ്സ് ഗോട്ട് എ വെരി ലൈറ്റ് വാട്ടറി സോർട്ട് ഓഫ് എ ഫോർമുല. സ്കിന്നിൽ സൂപ്പർ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും ആൻഡ് ഇറ്റ് ഗിവ്സ് യു എ വെരി ഡ്യൂയി ഫിനിഷ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ദിസ്. നിങ്ങൾക്ക് ഇഷ്ടാവാൻ ചാൻസ് ഇല്ല. എങ്ങാനും യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ മേക്ക് ഷുവർ യു സെറ്റ് ഇറ്റ് വിത്ത് എ ഗുഡ് ലൂസ് പൗഡർ. അതല്ലെങ്കിൽ ഇത് മൂവ് ആവാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസസ് ആർ വെരി വെരി ഹൈ. ബട്ട് ഫോർ മൈ ഡ്രൈ സ്കിൻ ഗേളീസ് യു വിൽ ലവ് ദിസ് ബിക്കോസ് ഐ എം ഒബ്സെസ്ഡ് വിത്ത് ദിസ് എനിവേ. സോ യെസ്, ഇതിന് ഒരുപാട് ലൈക്ക് ആവശ്യത്തിനുള്ള shade options ഉണ്ട്, which is something I really love about this. Next up, I have with me an eyeshadow palette. Now, ഇതിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ let me give you a context. So ഞാൻ ഇഷ്ടംപോലെ ഐഷാഡോ പാലറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് യൂഷ്വലി ഞാൻ ഐഷാഡോ പാലറ്റ്സ് എൻ്റെ ഫേവറേറ്റ്സിൻ്റെ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യാറില്ല. വൈ? ബിക്കോസ് ഐഷാഡോ പാലറ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരുടേതായ സ്പെസിഫിക് ചോയ്സസ് ഉണ്ട്, കളർ ഓപ്ഷൻസ് ഉണ്ട്. എനിക്കൊന്ന് മാർക്കറ്റിൽ ഇപ്പോൾ അത്രയും ഐഷാഡോ പാലറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് വാങ്ങിയാലും യു ആർ ഗുഡ് ടു ഗോ ടു ബി വെരി ഓണസ്റ്റ്. ബട്ട് ടുഡേ ഐ നീഡ് ടു ടോക്ക് അബൌട്ട് ദിസ് വൺ ഫ്രം സ്വിസ് ബ്യൂട്ടി. വേറൊന്നും കൊണ്ടല്ല, ഇതെനിക്കൊന്ന് എൻ്റെ ഇനിഷ്യൽ ഡേയ്സ് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐഷാഡോ പാലറ്റാണ്. ഐ ആം സ്റ്റിൽ യൂസിങ് ഇറ്റ്, വിച്ച് മീൻസ് ദിസ് വിൽ ടേക്ക് യു ലൈക്ക് ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇത്. മാത്രമല്ല, I love the color story of this and ഇതിൻ്റെ പ്രൈസ് പോയിന്റ് is also fantastic. ഞാൻ ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് 05 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് വേരിയൻ്റ് ആണ്.
ഇഷ്ടം പോലെ കളർ സ്റ്റോറീസിൽ അവൈലബിൾ ആയിട്ടൊരു പാലറ്റും കൂടി ആയിട്ട്. സോ ഇഫ് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് ഐ ഷാഡോ പാലറ്റ് വിച്ച് ഇസ് വെരി അഫോർഡബിൾ, ഈസി ടു ബ്ലെൻഡ്, പിന്നെ ഫോൾ ഔട്ട്സ് ഒന്നും ഇല്ലാത്തൊരു പാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗോ ഗെറ്റ് ദിസ്. ഒരു ന്യൂട്രൽ പാലറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ വുഡ് ഓൾവേസ് പ്രിഫർ ആൻഡ് ഐ ലവ് ദിസ്. ഞാനിത് അന്തകാലം യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്, ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് വൺ. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു പ്രോഡക്റ്റിനെ പറ്റിയാണ്. ബട്ട് ഐ സ്റ്റിൽ നീഡ് ഇറ്റ് ഇൻ മൈ വാനിറ്റി. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഐ തിങ്ക് ഓൾ ഓഫ് us need to have this in their vanity. ഇത് NYBന്റെ കൺസീലർ പാലറ്റ് ആണ്. Now this is in the shade 01 Fair Lady. എനിക്കൊന്ന് 3 ഷെയ്ഡ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ. Now if you see ഇതിന്റെ കോലം കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ 2 ഷെയ്ഡ് എനിക്ക് കൺസീലർ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാം, എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാം, ഇതെനിക്ക് ബ്രോൺസർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ഇത് രണ്ടും കളർ കറക്റ്റ്. സോ നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോൺസിന് ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിസ്കളറേഷൻ. സോ ഐ ബിലീവ് വി ഓൾ ഹാവ് സം സോർട്ട് ഓഫ് ഡിസ്കളറേഷൻ. ആൻഡ് നമ്മൾ ഒരു കല്യാണമൊക്കെ പോലുള്ള പരിപാടിക്ക് പോകുന്നതിനും യു ഡെഫിനറ്റ്ലി വോണ്ട് ഹൈഡ് ദാറ്റ് റിയലി വെൽ അല്ലേ. സോ അങ്ങനെ ടൈമിലാണ് നമ്മൾ ഒരു നല്ല കൺസീലർ പാലറ്റ് അഥവാ നമ്മളൊരു നല്ലൊരു എന്താ പറയുക കളർ കറക്റ്റിംഗ് പാലറ്റ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ഗുഡ് ഷെയ്ഡ് ഓപ്ഷൻസ് ഫോർ എന്താ പറയുക ഫൗണ്ടേഷൻ ആണെങ്കിലും ബേസിക്കലി ഒരു ഓൾ ഇൻ വൺ പാലറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ദാറ്റ്സ് വൈ ഐ ലവ് ദിസ് ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ ഐ ഹാവ് ഇറ്റ് ഇൻ മൈ വാനിറ്റി. ആൻഡ് ഐ തിങ്ക് വി ഓൾ ഡിസേർവ് എ ഗുഡ് concealer palette or a color correcting palette in our vanity. So yes, it's a must have to be honest. And your price point, this product is fantastic. ഇതിലെ എല്ലാം full coverage ആണ് and it gives you the most എന്താ പറയുക great finishing നമ്മളെ സ്കിന്നിൽ തരാം. So I love this product and I really wanted to put this out here. ഫൈനലി എനിക്ക് കാണിച്ചു തരാനുള്ളത് ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് തോന്നുമായിരിക്കും. But it's the Maybelline Vinyl Ink Lipstick in the shade Peachy 15. Now, എനിക്കറിയാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ലിപ്സ്റ്റിക് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത് ബിക്കോസ് ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് മൈ ഫേവറേറ്റ്സ് ആൻഡ് പിന്നെ ലിപ്സ്റ്റിക്കിലൊക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചു. ബട്ട് ദെൻ ഐ സോ ദിസ് ആൻഡ് ഐ വാസ് ലൈക്ക് you know what, I need to talk about it. അപ്പോൾ ഇത് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ലെറ്റ് മീ ടെൽ യു, എനിക്കറിയാം കുറേ പേർക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമല്ല, ഡ്രൈങ് ആയിട്ട് തോന്നും, പാച്ചി ആയിട്ട് ഫീൽ ചെയ്യും, പിന്നെ ഇത് മര്യാദയ്ക്ക് ഈ ആ ഒരു ഷൈനൊന്നും ലാസ്റ്റ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് യു യൂസ് ഇറ്റ് റൈറ്റ്, നല്ലോണം ഷെയ്ക്കൊക്കെ ചെയ്ത് യൂസ് ചെയ്താൽ ഇത് എന്താണോ ക്ലെയിം ചെയ്തത് ഇറ്റ് വർക്ക്സ് എക്സാക്ട്ലി ആസ് ഇറ്റ് ഈസ്. സമ്മതിക്കുന്നു ഒരു ചെറിയ രീതിയിൽ സ്റ്റിക്കി ആണ് ഓൺ ദ ലിപ്സ്. ബട്ട് ലെറ്റ് മീ ടെൽ യു ഹൗ ഐ പ്രിഫർ യൂസിങ് ദിസ് ആൻഡ് വൈ ഐ ഡിസൈഡ് ടു ഇൻക്ലൂഡ് ദിസ് ഇൻ ദിസ് വീഡിയോ. അതിൻ്റെ പിന്നിലൊരു സോളിഡ് റീസൺ ഉണ്ട്. സോ ഞാനിതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് വേണ്ട ലിപ്സ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്തിട്ട് ഇഫ് ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ അതിനെ ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് അപ്ലൈ ചെയ്തിട്ട് I dab it all over my lips and it gives me the most shiniest and good looking lips. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പം എൻ്റെ ലിപ്സ്റ്റിക് കൂടുതൽ നേരം ലാസ്റ്റും കൂടി ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. That is why I love this product and that is why I have it in my everyday vanity. എനിക്കറിയില്ല, I just wanted to put this out there. നിങ്ങളിത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിത് വാങ്ങിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുകയാണെങ്കിൽ try using it this way, maybe it will help. So yes, ഇത്രയേ ഉള്ളൂ some of my most favorite products from my everyday vanity. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെരി പിക്കി ആയിട്ടാണ് ഞാൻ ഇതിൽ പ്രോഡക്ട്സ് ചൂസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ എൻറ്റയർ everyday vanity കാണുന്നുണ്ടെങ്കിൽ just let me know that in the comment section below. I would love to make a video on that. So I really hope you guys had fun watching this video. Video ഇഷ്ടമാണെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and please subscribe to my channel. That would mean the world to me. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, just in case you guys want to check it out. So yes, വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശിസ്.